ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിക്കും അഭിഭാഷകനുമെതിരെ ബാലചന്ദ്ര മേനോന്റെ പരാതി. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു പെൺകുട്ടിയാണ്. നടിയുടെ അഭിഭാഷകൻ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന് DGPക്കാണ് പരാതി നൽകിയത്. വൈശാഖ്, അവൾ ആദ്യം പറ്റിച്ചത് എന്നെ. റാഷിദ്, ചില വക്രബുദ്ധിക്കാരായ പണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില ആളുകളുടെ ഒരു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് താൻ ഇരയായിരിക്കുന്നുവെന്നാണ് ബാലേന്ദ്ര മേനോൻ ഇതിലൂടെ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവുകയാണ്. കാരണം ഈ ഒരു മാസം സെപ്റ്റംബർ 13-ാം തീയതി ബാലേന്ദ്ര മേനോന് ഒരു ഫോൺ കോൾ വരുന്നു. പിന്നീട് നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി. ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. നീ എന്നെ പേടിപ്പിക്ക. ആ ഫോണിൽ വിളിച്ച ആൾ അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ് ആണെന്ന് പരിചയപ്പെടുത്തുന്നു. റാംജി റാവു സ്പീക്കിംഗ്. അവൻ കട്ടി കളഞ്ഞല്ലോ, ഒന്നുകൂടെ വിളിച്ചു നോക്കി. നിങ്ങൾക്കെതിരെ 3 ലൈംഗിക ആരോപണ കേസുകൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ മുൻകൂട്ടി പറയുന്നു. നമ്മളിപ്പോ എന്താ ചെയ്യാൻ മത്താച്ച? എന്ത് ചെയ്യാൻ? അതിനുശേഷം അതിൽ താൻ താല്പര്യപ്പെടാതെ ആ ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷെ പിന്നീടാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ നടി, നേരത്തെ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടുള്ള നടി തനിക്ക് അപ്പൊ തട്ടിപ്പാണല്ലേ ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാണ്. എനിക്ക് തന്റെ ചിത്രം ആദ്യം പങ്കുവെക്കുന്നു. കമ്മിങ് സൂൺ എന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ പങ്കുവെക്കുന്നു. അതിനൊരു ക്യാപ്ഷൻ നൽകുന്നു. തലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ് നീ നിന്റെ 65 വയസ്സുള്ള അമ്മമ്മേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തൽ എഴുതും, നോക്കിക്കോ. അതിന് പിന്നാലെ തന്നെ ഒരു ആരോപണം എന്ന നിലയിൽ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നുള്ള രീതിയിലുള്ള ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആരോപണം വരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. പിന്നീട് പല സമൂഹ മാധ്യമങ്ങളിലൂടെയും കൂടാതെ മറ്റു ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ച് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. ഇതിന് അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇത്തരം സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഒരു കാര്യം ഷുവറാണ്, അവള് നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. പരമാസത്ത അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പിന്നീട് രണ്ടാമത് വീണ്ടും കോൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമായിട്ടുള്ള ചില കക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ്. നല്ലവർക്ക് നല്ലതേ വരൂ, ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും. 47 വർഷമായി താൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. വലിയ രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗിനുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് ബാലേന്ദ്ര മേനോൻ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഞാനോ നീയോ ഇന്നുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. നമ്മുടെ നന്മയാണ് ബാക്കി എല്ലാരും മുതലെടുത്തത്. ഇനി ആ നന്മ വേണ്ടെന്ന് വെച്ചാ പോരെ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.